ന്യായവും തെളിവുകളും ഈ മനുഷ്യന് ബാധകമല്ലല്ലോ. 2010 ഓഗസ്റ്റ് 17 റമദാൻ വ്രതമെടുത്ത് കഴിഞ്ഞിരുന്ന അബ്ദുൾ നാസർ മദനിയെ അന്നാണ് അൻവാർശേരിയിൽ നിന്ന് കർണാടക പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഇതിന് തൊട്ടു മുൻപ് വിശുദ്ധ ഖുർആനിൽ കൈവച്ച് ഞാൻ നിരപരാധിയാണെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഒന്നും ഫലം ചെയ്തില്ല. കർണാടക SP അലോക് കുമാറിനും DSP ഓംകാർ അയ്യയ്ക്കും മദനിയെ ബംഗളൂരുവിലേക്ക് കടത്തിക്കൊണ്ടുപോകാൻ ഒട്ടും പ്രയാസപ്പെടേണ്ടി വന്നില്ല. ബംഗളൂരു സ്ഫോടനത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നതാണ് പ്രധാന കുറ്റം. ഗൂഢാലോചന നടന്നത് മടിക്കേരിയിൽ തടിയന്റെ വിട നസീറിന്റെ ഇഞ്ചിത്തോട്ടത്തിലും മദനിയുടെ എറണാകുളത്തെ വാടക വീട്ടിലുമാണത്രേ. 2 വീതം സാക്ഷികളുണ്ട് 2 ഗൂഢാലോചനയ്ക്കും. മജീദ്, ജോസ് വർഗീസ് എന്നിവരാണ് എറണാകുളം ഗൂഢാലോചനയുടെ സാക്ഷികൾ. മദനി താമസിക്കുന്ന എറണാകുളത്തെ വീടിന്റെ ഉടമസ്ഥന്റെ സഹോദരനാണ് ജോസ് വർഗീസ്. വാടക വാങ്ങാനായി ചെന്നപ്പോൾ ബാംഗ്ലൂർ സ്ഫോടനം എന്ന് പറയുന്നത് കേട്ടു എന്നാണ് സാക്ഷിമൊഴിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ജോസ് വർഗീസ് പറയുന്നത് കേൾക്കുക. കർണാടക പോലീസാണെന്ന് പറഞ്ഞാൽ എന്നെ ഫോണിൽ വിളിക്കുക ചെയ്യുന്നത്. ഓങ്കാർ അയ്യ, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറാന്ന് പറഞ്ഞു. നിങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് അർജന്റായിട്ട് വരണം, നിങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാനുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ആ വാടക ചീട്ടും എഗ്രിമെന്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കയ്യിൽ കൊണ്ടുവരണം വരുമെന്ന്. അപ്പൊ ഞാൻ എന്റെ ഒരു സുഹൃത്തും കൂടി ഞാൻ അവിടെ ചെന്നു. അവര് എന്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ അബ്ദുൾ നാസർ മദനി, തടിയന്റെ വീട് നസീറും മറ്റ് സർഫസ് നവാസോ അങ്ങനെ 2-3 പേരൊക്കെ പറഞ്ഞു ഇവിടെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്, അതുകൊണ്ട് തടിയന്റെ വീട് നസീറിനെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവര് വണ്ടിയിൽ പോയിട്ട് തടിയന്റെ വീട് നസീറിന്റെ വീടിനകത്തേക്ക് കൊണ്ടുവന്നു. തിരിച്ച് പുള്ളിനെ വണ്ടി കൊണ്ടുപോയിരുത്തി ഇവര്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പോകാലോ, ഞാൻ പിന്നെ വെയിറ്റ് ചെയ്യേണ്ട. ഇല്ല, ഞങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാണ്ടെന്ന് പറഞ്ഞു. കന്നഡയില് ഒരു 2-3 പേജുള്ള സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കിയിട്ട് എന്നോട് ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെനിക്ക് ഒപ്പിടാൻ ബുദ്ധിമുട്ടാണ്, കാരണം കന്നഡയിലുള്ള ഒരു ഭാഷ എനിക്ക് അറിയത്തില്ല. അപ്പൊ അവര് പറഞ്ഞു അത് നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം, കാരണം സ്റ്റേറ്റ് ഭാഷ ഇതാണ്, അതായത് കന്നഡ ഭാഷയിലെ ഞങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാൻ പറ്റുള്ളൂ. ഇനി അതിനൊരു ട്രാൻസ്ലേറ്ററെ കൊണ്ടുവരാനൊക്കെ ഞങ്ങൾക്ക് താമസം എടുക്കും. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതിൽ നല്ല നിങ്ങളെ കർണാടക കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എടുക്കാം, അതാണ് അതിന്റെ ഭാഷ തിരിച്ചു പറഞ്ഞത്. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്നെ ആ സമയത്ത് കർണാടകയിലേക്ക് കൊണ്ടുപോയി സ്റ്റേറ്റ്മെന്റ് എഴുതിയെടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ അവരെ വിശ്വസിച്ചുകൊണ്ട് അപ്പൊ അവരെന്നോട് പറഞ്ഞു ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല, ഞങ്ങൾ ഇന്നേ ദിവസം ഇവിടെ വന്നു, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ തയ്യാറാക്കി തടിയന്റെ വീട് നസീറിനെ ഇവിടെ കൊണ്ടുവന്നു, ഇതൊക്കെയാണ് ഇതിനകത്ത് ഉള്ളടക്കം എന്നാണ് എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. രണ്ടാം സാക്ഷി മജീദിന്റേതെന്ന് പറയുന്ന മൊഴിയാണ് ഇതിലും വിചിത്രം. 2009 ഡിസംബർ 11 മജീദ് സാക്ഷിമൊഴി നൽകിയതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ക്യാൻസർ രോഗം മൂർച്ഛിച്ച് ഡിസംബർ 4 എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മജീദ് 16-ാം തീയതി മരണത്തിന് കീഴടങ്ങി. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മുതൽ അബോധാവസ്ഥയിലായിരുന്ന മജീദ് കണ്ണൂരിലെത്തി മദനിക്കെതിരെ മൊഴി നൽകിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ആ മൊഴിയെടുത്ത ദിവസം വളരെ വ്യക്തമായിട്ടും ഈ സാക്ഷി എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ICUവിൽ കിടന്നിരിക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ മൊഴി എടുത്തത്. ആ ഡേറ്റ് പ്രകാരം ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു മൊഴിയെടുക്കുക എന്നുള്ളത് അസാധ്യമാണ്. അതും ഡോക്ടറുടെയോ മറ്റോ സമ്മതപ്രകാരം മൊഴിയെടുത്തെങ്കിൽ തന്നെയും അങ്ങനെയുള്ള ഒരു മൊഴിയല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. നസീറിന്റെ ഇഞ്ചിത്തോട്ടത്തിലെ ജീവനക്കാരൻ, BJP പ്രവർത്തകനായ യോഗാനന്ദ എന്നിവരാണ് കുടകിൽ നടന്നു എന്നാരോപിക്കപ്പെടുന്ന ഗൂഢാലോചനയിലെ സാക്ഷികൾ. ഇവിടെ നടന്ന ക്യാമ്പിൽ വെളുത്ത അംബാസഡർ കാറിൽ ഒരു കാലില്ലാത്ത ഒരാൾ വന്നിരുന്നുവെന്നും ഇതാരാണെന്ന് അന്വേഷിച്ചപ്പോൾ മദനിയാണെന്ന് നസീർ പറഞ്ഞു എന്നുമാണ് ഇവരുടെ മൊഴിയായി രേഖപ്പെടുത്തിയത്. എന്നാൽ പോലീസ് നിർബന്ധിച്ച് പറയിക്കുകയായിരുന്നുവെന്ന് റഫീഖും മദനിയെ കണ്ടിട്ടേയില്ലെന്ന് യോഗാനന്ദയും പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു. കോയമ്പത്തൂർ ജയിലിൽ അദ്ദേഹം കഴിഞ്ഞ 9.5 വർഷം, പിന്നെ ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇത് മൊത്തത്തിൽ എടുത്താൽ അദ്ദേഹം 12 വർഷം ഒരു ജീവപര്യന്തം തടവ് അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു.
ഒരു കേസും എവിടെയും എത്തിയിട്ടുമില്ല. ഇവിടെ ഭരണകൂടം തുടർന്നു വരുന്ന ഒരുതരം ദുശാഠ്യമുണ്ട്. അബ്ദുൽ നാസർ മഅ്ദനിയെ ജയിലിൽ നിന്ന് പുറത്തുവിടരുത്, അദ്ദേഹം ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ കൂടി അദ്ദേഹത്തിന് കിട്ടുന്ന അവകാശങ്ങൾ ലഭ്യമാക്കാതിരിക്കുവാൻ വേണ്ടി ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരും സംഘപരിവാറിന്റെ ആളുകളുമൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് രാജ്യത്തെയും കേരളത്തിലെയും ബുദ്ധിജീവികളും രാഷ്ട്രീയക്കാരും ആക്ടിവിസ്റ്റുകളും മതപുരോഹിതരും ഒക്കെ അടങ്ങുന്ന കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും പിന്തുണയും ഒരു ശബ്ദമുയർത്തലും ഇതിന് ആവശ്യമായിട്ടുണ്ട്. 9 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം 2007 ഓഗസ്റ്റ് 1 മദനി കോയമ്പത്തൂർ ജയിലിൽ നിന്ന് മോചിതനായത്. ബി കാറ്റഗറി സുരക്ഷയുള്ള ഇദ്ദേഹത്തോടൊപ്പം അന്നു മുതൽ തന്നെ 2 ഗൺമാൻമാരും കൂടെയുണ്ട്. താമസിക്കുന്നിടത്തൊക്കെയും സായുധരായ 5 പോലീസുകാരും. എല്ലാ ദിവസവും രാത്രി അടുത്ത ദിവസത്തെ പരിപാടികളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ തിരുവനന്തപുരത്തെ IB ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അയച്ചുകൊടുത്തിരുന്നു. സഞ്ചരിക്കുന്ന വാഹനത്തിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ. ഇത്രയും സുരക്ഷാ വലയങ്ങൾ മറികടന്ന് രഹസ്യമായി കുടകിലെത്തി ഗൂഢാലോചന നടത്തി എന്നതിന്റെ യുക്തി ചോദ്യം ചെയ്യപ്പെടുന്നു. അബ്ദുൽ നാസർ മദനി ഇതിൽ എന്താണ് ഇദ്ദേഹത്തിന്റെ ഭാഗം എന്നുള്ളത് ഒരു കോടതിയും പരിഗണിച്ചിട്ടില്ല. പിന്നീട് നമ്മൾ ഇദ്ദേഹത്തിന് ഏറ്റവും ചികിത്സ അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരപ്പെട്ടപ്പോൾ തന്നെ വികലാംഗനായിട്ടുള്ള മനുഷ്യനാണ്. പലതരം രോഗങ്ങൾ കൊണ്ട് അദ്ദേഹം കേരളത്തിൽ തന്നെ ചികിത്സ നേടിയിട്ടുണ്ടായിരുന്ന ആളാണ്. തുടർ ചികിത്സ ആവശ്യമാണ് എന്നുള്ളത് മജിസ്ട്രേറ്റ് കോടതി, സെഷൻസ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി ഇവരെല്ലാം അംഗീകരിച്ചു.